അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോബിറ്റൺ മൂവി സെറ്റിലാണ് കേട്ടോ. ഹോബിറ്റൺ മൂവി സെറ്റിൻ്റെ എൻട്രൻസ് ആണിത്. എൻട്രൻസിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഹോബിറ്റൺ മൂവി സെറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഹോബിറ്റൺ ലോർഡ് ഓഫ് ദ റിങ്സ് മൂവി എല്ലാം പിടിച്ചത്. നമ്മൾ അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണുന്നത്. നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഉണ്ട്. രേഷ്മയിൽ ടിക്കറ്റ് കാണിച്ച രേഷ്മ. അടിപൊളി ഹോബിറ്റൺ മൂവി സെറ്റ്. ഇതിന്റെ പ്രൈസ് എങ്ങനെയാ? അഡൽറ്റ് 120, കുട്ടികൾക്ക് അടിപൊളി. അടിപൊളി. അപ്പൊ നമ്മളിപ്പോ തന്നെ പോവും. മാപ്പ് ഒന്ന് കാണിച്ചേ ഹോബിറ്റൺ മൂവി സെറ്റിന്റെ. കൊള്ളാം. അടിപൊളി. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ 4:30 ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇതൊരു ബാറാണ് ഈ ഏരിയയിൽ. അപ്പം നമ്മുടെ ഫാമിലീസ് മൊത്തം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം ആളുകൾക്ക് വെയിറ്റിംഗ് ഏരിയയിൽ കോഫി ഷോപ്പും ബാറും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു ബസ്സിൽ ആണ് ഹോബിറ്റൺ മൂവി സെറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വെയിറ്റിംഗ് ലൈനിലേക്ക് പോവാണ്. നമ്മുടെ ടൈമായി. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ലൈനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് ഓൺലൈൻ വാങ്ങിച്ചവർക്ക് ഇവിടെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇവിടെ നിന്ന് ടിക്കറ്റ് കിട്ടും. ഇതാണ് ഇതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടർ. ഏകദേശം $120 കേട്ടോ ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇവിടെ മുകളിലൊരു കഫേ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് 4:30 ട്രിപ്പിന് വേണ്ടി. പല ട്രിപ്പുകൾക്കുള്ള ടൈമിംഗ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4:40, 4:20, 4:50. നമ്മുടെ 4:30 ട്രിപ്പാണ് കേട്ടോ. ഈ ആളുകളൊക്കെ ഈ വണ്ടിയിൽ കയറി വെയിറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ബസ്സിൽ ആളെ കൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇവര് ബേസിക്കലി എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം ഉള്ളിലേക്ക് പോയിട്ടാണ് ഈ ഹോബിറ്റൺ മൂവി സെറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഒരു ബസ് പോയി. അപ്പം നമ്മുടെ 4:30 ബസ് ഇപ്പം തന്നെ വരും. അപ്പം നെൽസൺ ചേട്ടൻ അവിടെ നൈസായിട്ട് കഫേയിൽ പോയി എന്തൊക്കെയോ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. നെൽസൺ ചേട്ടന് കറക്റ്റ് സമയത്തിന് ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പുള്ളി കറക്റ്റ് സമയത്ത് പുള്ളിയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്കി കുറച്ച് പേര് അവിടെ മിൽക്ക് ഷേക്ക് വാങ്ങിക്കാനായിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വരുന്നുണ്ട് മിൽക്ക് ഷേക്കൊക്കെ വാങ്ങിച്ചിട്ട്. അപ്പോൾ നമ്മളിനി കറക്റ്റ് 4:30 നമ്മൾ പോകും. അപ്പോൾ അടുത്ത റൗണ്ട് ആളുകളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 4:20 ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ 4:30 ആണ്. തന്നെ നമ്മുടെ റൗണ്ടാവും. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് എല്ലാം സ്കാൻ ചെയ്യുകയാണ്. അടിപൊളി. നമുക്ക് പോകാനുള്ള ബസ് വന്നിട്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള ബസ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി സ്കാൻ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്ട്രോളർ സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കാനുള്ള സെറ്റപ്പ് വരെ ഉണ്ട്. നമ്മൾ ബസ്സിലേക്ക് പോയി കയറുവാണ്. എന്നിട്ട് താങ്ക് യു ചേട്ടനോട്ടോ നമ്മുടെ ഡ്രൈവർ. അടിപൊളി. ഹോബിറ്റൺ മൂവി സെറ്റിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീഗിൽ ബ്രോ ആണ് അപ്പോൾ ആദ്യം കയറണേ. നമ്മൾ പോവാണ് കേട്ടോ. ഇത് ഗൈഡഡ് ടൂറാണ്. നമ്മുടെ ടൂറാണ്. മൊബൈലിൽ ഇരുന്ന് ബൈക്കിൽ സംസാരിക്കുന്നത്. Just over the Saturday. Those of you don't know, I've got a little bit a few videos to show you. The first one's got the legendary Sir Peter Jackson on it. So sit back, relax and enjoy the soothing words. ഹോബിറ്റൺ മൂവി ഒന്ന് പ്ലേ ചെയ്യാട്ടോ അവിടെ. അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് സർ പീറ്റർ ജാക്സൺ ആണ്. പുള്ളിയാണ് ലോർഡ് ഓഫ് ദ റിങ്സ് ഹോബിറ്റൺ മൂവിയുടെയൊക്കെ ഡയറക്ടർ. പുള്ളി ഈ സെറ്റ് എങ്ങനെയാണ് ഇവിടെ ഉണ്ടായെന്നും എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തതെന്നൊക്കെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ.
It's been years ago that we were flying around the helicopter and found the Alexander Farm in the air, and for some reason from the air it looked right, and when we landed it was absolutely perfect, as I'm sure you'll see for yourselves. So thank you very much to the Alexander family for their... പുള്ളി ബേസിക്കലി പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പുള്ളി ഈ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൂവിക്ക് ഒരു ലൊക്കേഷൻ അന്വേഷിച്ച് നടന്നു. ഹെലികോപ്റ്ററിൽ ന്യൂസിലാൻഡ് മൊത്തം കറങ്ങി നടന്ന സമയത്ത് പുള്ളി ഈ ഒരു അലക്സാണ്ടർ ഫാം അല്ലെങ്കിൽ അലക്സാണ്ടർ ഫാമിലിയുടെ ഫാം പുള്ളിയുടെ ശ്രദ്ധയപ്പെടുകയും പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ പുള്ളി ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തതാട്ടോ പുള്ളി പറയുന്നത്. Let's let you know, just put a little video on the screen to give you an idea how busy it was here at Hobbiton when they were filming the both those trilogies. അടിപൊളി വ്യൂ ആണ് അവിടെ. എന്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. വൈക്കാട്ടോ വാരിയാണ്, വൈക്കാട്ടോ വാരി. ആ ഗൈഡ് മച്ചൻ എന്തൊക്കെയോ കാര്യമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. പുള്ളി UK കാരനാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഭയങ്കര പാടാട്ടോ പുള്ളിയുടെ ആക്സെന്റ് മനസ്സിലാക്കാൻ. എനിക്ക് ക്ലിയർ ആയിട്ട് പുള്ളി പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയായാലും. നമ്മളിവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പയ്യെ പോവാണ്. ഗൈഡ് ഉണ്ട്, നമുക്ക് ഗൈഡിനെ ഫോളോ ചെയ്ത് നമ്മൾ പോവാണ്. കുട വേണ്ടവർക്ക് കുട എടുക്കാം അവിടുന്ന്. അടിപൊളി വൺ സെറ്റപ്പാണ് കേട്ടോ, വൺ സെറ്റപ്പ്. കുടയൊക്കെ ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇതാണ് ഹോബിറ്റൺ. നമ്മളങ്ങനെ ഹോബിറ്റണിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഹോബിറ്റൺ സൈറ്റിലെത്തി. അടിപൊളി. Okay. And of course, most importantly and finally, I've got one more question. Does anyone have absolutely no idea where they are today? They've just been dragged along with the rest of the family. Anyone? I can guarantee there's more than zero on this team. Of course, everyone, about a quarter of the team always have no idea where they are, and that's not bad at all. That's okay. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞതെല്ലാം ഏറെക്കുറെ മനസ്സിലായി. എനിവേ, ഇനി നമ്മൾ ആക്ച്വൽ ഹോബിറ്റൺ വില്ലേജിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് ഈ ഒരു ഗ്രൂപ്പിനെ പുള്ളിയുടെ കൂടെ കൊണ്ടുപോവാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പുകൾക്ക് ഓരോ ഗൈഡ് ഉണ്ട്. അവർ നമുക്ക് ഫുള്ളി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ അതേ നിങ്ങളിത് ഡിസ്റ്റൻറ്റിൽ കാണുന്നുണ്ട്. നമ്മൾ ആക്ച്വൽ വില്ലേജിലേക്ക് കയറി കഴിഞ്ഞു. അപ്പോൾ ലോർഡ് ഓഫ് ദ റിങ്സ്, ഹോബിറ്റ് മൂവി സീരീസൊക്കെ കണ്ടവർക്കറിയാം എന്ത് രസമാണല്ലോ അവിടെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ലോകം. അതായത് വേറൊരു ലോകത്തിൽ പോലെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു വേറെ ക്രീച്ചേഴ്സും അവരുടെ വീടുകളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പും ഗാർഡനും ബിൽഡിങ്സും എല്ലാം. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മട്ടാമട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹാമിൽട്ടൺ അടുത്ത് വൈക്കാട്ടോ വാലി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ഈ ഒരു മൂവി സെറ്റ് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവർ 1999 ലോർഡ് ഓഫ് ദ റിങ്സ് മൂവിക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സെറ്റ് ഉണ്ടാക്കുകയും ആ മൂവി കഴിഞ്ഞ ശേഷം അവരത് പൊളിച്ചു കളഞ്ഞു. ഈ ഒരു മൂവി സെറ്റ് പൊളിച്ചു കളഞ്ഞു. രണ്ടാമത് പിന്നെയും അവർ ഹോബിറ്റ് മൂവി സീരീസ് ഇറക്കി. എനിക്ക് തോന്നുന്നു 2011 മറ്റോ ആണ് അവർ വീണ്ടും ഈ ഒരു മൂവി സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയും പിന്നീട് അവരെന്ത് പണി ചെയ്തു, ഈ ഒരു മൂവി സെറ്റ് പൊളിച്ച് കളയാതെ അത് അവിടെ തന്നെ നിലനിർത്തി പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്ത് ആളുകൾക്ക് കാണാനൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. ശരിക്കും ഇത് വളരെ ഒരു അത്ഭുതകരമായൊരു കാഴ്ചയാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. കാരണം ഇതൊക്കെ റിയൽ ഹൗസുകളും റിയൽ ബിൽഡിങ്ങുകളാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചൊക്കെ മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലാണെന്ന് പറയുന്നു. ഞാൻ മുന്നോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു മരമൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഒട്ടും തോന്നില്ല അതൊരു ആർട്ടിഫിഷ്യൽ മരമാണെന്നൊന്നും. ഈ ഒരു വീടുകളുടെ അകത്തൊക്കെ കയറാനായിട്ടുള്ള അവസരം നമുക്കുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമ്മുടെ ഗൈഡ് ബച്ചൻ എന്തോ കാര്യമായിട്ട് പറയണ്ടാവുമെന്ന് കേട്ടാലോ. ഹോബിറ്റണിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ വെച്ചേക്കണേ. എല്ലാത്തിൻ്റെ ഒരു മിനിയേച്ചർ സെറ്റപ്പാണ്. ആ മൂവിയിൽ ഇതൊക്കെ കാണിക്കുന്നുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നടന്നു തുടങ്ങി, നമുക്ക് നീങ്ങിയേക്കാം. ഇത് ആകെ മൊത്തത്തിലൊരു 10,200 ഏക്കർ ഫാം ഉണ്ടെന്നാണ് പറയണത്. ഈ ഹോബിറ്റൺ സെറ്റ് ചെയ്തേക്കുന്നത് എത്ര ഏക്കറിലാണ് നമുക്ക് ഒറ്റായിട്ട് അറിയില്ല കേട്ടോ. അടിപൊളിയല്ലേ ഈ ലൊക്കേഷൻ ഉണ്ടാക്കിയെടുത്തത്. ഈ ഒരു തീമും എല്ലാം നല്ല, അതിനോട് ഇത്രയും സെറ്റപ്പ് ഒരു സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ എന്താല്ലേ. എന്തായാലും ഈ ഒരു സെറ്റ് ഇവിടെ പൊളിക്കാതെ നിർത്തിയേക്കുന്നുണ്ട്. ഇവർ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഗൈഡഡ് ടൂറ്, അതുകൂടെ തീംഡ് ഈവൻറ്റ്, നമ്മുടെ എന്തെങ്കിലും പ്രൈവറ്റ് ബർത്ത്ഡേ ഫംഗ്ഷൻസോ വെഡ്ഡിങ്സോ ഒക്കെ നടത്തണമെങ്കിൽ അതിന് അങ്ങനെ പല രീതിയിൽ നല്ലൊരു ഇൻകം ഇവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡിലെ വൺ ഓഫ് ദ ടോപ്പ് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് ഈ ഹോബിറ്റൺ മൂവി സെറ്റ്.
കുറേ നടക്കാണ്ട് കേട്ടോ. ഇത് നമ്മൾ പകുതി പോലും ആയിട്ടില്ല. നമ്മളെല്ലാം റെക്കോർഡും ചെയ്തിട്ടില്ല കേട്ടോ. കുറേയൊക്കെ സ്കിപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നത്. ന്യൂസിലാൻഡിലെ നല്ല ഈവനിങ് വെയിലിൽ നടക്കാൻ അത്ര സുഖമല്ല. നമ്മളെല്ലാവരും നന്നായിട്ട് വേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആദ്യത്തെ ഒരു വീട്ടിലെത്തി. അവർ നമുക്ക് അതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തൊന്നും എടുക്കാത്തത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ അകത്ത് റെക്കോർഡ് ചെയ്യുന്നില്ല. കാരണം അകത്ത് വെറും പൊള്ളയായിട്ടാണ് വെച്ചേക്കുന്നത്. കുറച്ചുകൂടി മുന്നിൽ ചെല്ലുമ്പോൾ ഫുള്ള് അകത്ത് ഉള്ളൊരു വീടുണ്ട്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. ഈ കാണുന്ന മരം കണ്ടോ, ഇതൊരു ഫേക്ക് മരമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ? അതാ വിശ്വസിക്കണം. ഇത് ഹോബിറ്റണിൽ ഒരു ഫേക്ക് മരം ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഹോബിറ്റൺ മൂവിയിലെ ബിൽബോ ബാഗിൻസിൻ്റെ ജാക്കറ്റും ഡ്രസ്സും ഒക്കെയാണ് കിടക്കുന്നത്. ഇതിൻ്റെ അവസാനമില്ല കേട്ടോ. ഇതിങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. നമുക്കിനിയും കുറേ നടക്കാനുണ്ട്. ഏറെക്കുറെ പകുതിയായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സുന്ദരമായ ഇങ്ങനെ വീടുകളും താഴ്വരകളുമായിട്ട് നല്ല ഭംഗിയിൽ നടന്ന് കുറേ കാണാനുണ്ട്. ഏകദേശം 1-2 മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ. ഇത് ഈ ഹോബിറ്റണിലെ ആളുകളുടെ പാർട്ടി ഏരിയ ആണ് കേട്ടോ. അത് ഇവിടെയാണ് അവർ പാർട്ടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീടുകളുടെ ഉള്ളിലാണ് കയറാൻ പോകുന്നത്. ഈ വീടുകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ചെറുതാണെന്നുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒത്തിരി ഉണ്ട്. ഇതൊക്കെ ഫുള്ളി ഫർണിച്ചർ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ക്യൂ നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. എല്ലാവരും പോയി അകത്തേക്ക് കയറുകയാണ്. അടിപൊളി. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോബിറ്റൺ വീടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഹായ്, ഹലോ. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന കേട്ടോ. നല്ല രസകരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ. ഹോബിറ്റണിലെ ഒരു ഹോബിറ്റൺ മൂവിയിൽ നിങ്ങൾ കാണുന്ന അതേ സെറ്റപ്പാണ് ഇവിടെ. വേരൊക്കെ വന്നേക്കണതിൻ്റെ റിയാലിറ്റി നോക്കി. അപ്പോൾ നമ്മൾ ആ ഒരു ഹോൾവേ കൂടെ നേരെ കയറി വന്നത് ഇവരുടെ ലൗഞ്ചിലേക്കാണ്. അപ്പോൾ അവിടെ ഫയർ പ്ലേസ് ഉണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ ഓരോ സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ബെഡ്റൂം കാണാം ഇപ്പോൾ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ 2-3 ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, ഷവർ, കംപ്ലീറ്റ്ലി ഒരു വീട് എങ്ങനെയാണോ സെറ്റ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇത്. അതായത് ഈ കുഞ്ഞു മനുഷ്യരുടെ ഹോബിറ്റ് എന്ന ലോകത്തെ കുഞ്ഞു മനുഷ്യരുടെ ഒരു പക്ക ആ സിനിമയെ കാണിക്കുന്ന വീട് അതേപടി ഒരു നിലനിർത്തിയേക്കാണത്. ഇവരുടെ ബാത്റൂം, വാഷ് ബേസൻ, ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്. അടിപൊളി.
കിച്ചണിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബിൽബോ ബാഗിൻസ് ഒക്കെ ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്ന കിച്ചണിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകതരം സ്പൈസസ് ഒക്കെയാണത്. ഇതാണ് കിച്ചണിലെ വെജീസ് എന്തോ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഫേക്ക് ഐറ്റംസ് ആണ്. ആഹാ, എന്താ റിയാലിറ്റി. ഹോബിറ്റൻസിന്റെ സ്റ്റോർ റൂമാണ് കേട്ടോ അത് അല്ലേ. എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ്, ഒന്നും പോകാൻ പറ്റില്ല. ഫ്രഷ് ഫ്രൂട്ട്സ്, വൈൻ, ആഹാ അടിപൊളി വൈന്, ചീസ്, എന്തോ ഡെസേർട്ടാന്ന് തോന്നുന്നു. ഫിഷ് ബ്രെഡ്, നല്ല രസം. ഇങ്ങനെയുള്ള വീട്ടിൽ ജീവിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീൽ ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു അടിപൊളി കിണറൊക്കെ ഉണ്ടല്ലേ. താങ്ക് യു. അങ്ങനെ നമ്മൾ ഹോബിറ്റുകളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ടൂർ ഇനി കുറച്ചും കൂടി ഉള്ളത് കേട്ടോ. ഇനി കുറച്ചും ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രീൻ ഡ്രാഗൺ ഇൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നമുക്ക് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, സ്പെഷ്യൽ ജിഞ്ചർ ഡ്രിങ്ക് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അത് കുടിച്ചിട്ട് നമ്മൾ പിരിയുകയായി. അടിപൊളി. അപ്പോൾ ഇവിടെ ടൂർ തീരെയാണ് ഏകദേശം. ഈ ഒരു സംഗതിയോടുകൂടി പിന്നെ അവിടെ ഉള്ളത് 1-2 റെസ്റ്റോറൻറ്റും കഫേകളൊക്കെ ആണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹോബിറ്റൺ മൂവി സെറ്റിൻ്റെ ടൂർ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ നമ്മളങ്ങനെ ഗ്രീൻ ഡ്രാഗൺ ഇന്നിലെത്തി. ഇവിടെ നമുക്ക് ജിഞ്ചർ ബിയർ ഫ്രീ ആണ് കേട്ടോ. ആ ഹോബിറ്റ്സ് ഒക്കെ വെള്ളം കുടിക്കുന്ന ആ ഒരു മഗ്ഗിൽ നമുക്ക് ജിഞ്ചർ ബിയർ കിട്ടും. എന്തോരം വേണമെങ്കിൽ കുടിക്കാൻ. പ്രത്യേക ഒരു ടേസ്റ്റാണ്. പ്രത്യേകിച്ച് നമ്മൾ നടന്ന് ക്ഷീണിച്ച് വെയിലത്ത് ക്ഷീണിച്ച് വരുന്നതുകൊണ്ട് ഇവിടെ കിട്ടുന്ന ജിഞ്ചർ ബിയറിന് വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ആ റെസ്റ്റോറൻറ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ച എന്ത് രസമല്ലേ. ആ ഒരു ലേക്കും ആ ഒരു ലോണൊക്കെ അവർ സെറ്റ് ചെയ്തേക്കുന്നത് വളരെ നല്ല ഭംഗിയിലാണ്. നമ്മളങ്ങനെ തിരിച്ച് ബസ്സിൽ കയറുവാണ്. അങ്ങനെ നമ്മുടെ ഹോബിറ്റൺ ടൂർ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഹോബിറ്റൺ മൂവി സെറ്റ് മിസ് ചെയ്യരുത്. പ്രത്യേകിച്ച് ആ മൂവിയോട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ അടിപൊളിയായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റോ സോവനീഴ്സോ ഒക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ഗിഫ്റ്റ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റും വാങ്ങിച്ച് നിങ്ങൾക്ക് ടാറ്റ ബൈ ബൈ പറയാം. അപ്പോൾ വൺസ് അഗെയിൻ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു താങ്ക്സ്. അപ്പോൾ നമ്മുടെ സൗത്ത് ഐലൻഡ് ട്രിപ്പും ന്യൂസിലാൻഡിൻ്റെ പല ഭാഗത്തുള്ള ട്രിപ്പൊക്കെ ആയിട്ട് നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് വ്ളോഗ് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു. ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ്. ബൈ.